ഗുഡ് മോർണിംഗ്. നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്ററാണ്, 31ാമത്തെ ചാപ്റ്ററാണ് സോപ്സ്, ഡിറ്റർജൻറ്റ് ആൻഡ് പോളിമർ. സോപ്സ്, ഡിറ്റർജൻറ്റ് ആൻഡ് പോളിമർ. നമുക്ക് ആദ്യം എന്താണ് പെട്രോ കെമിക്കൽസ് നോക്കാം. പെട്രോ കെമിക്കൽസ് എന്ന് പറയുന്നത് പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റുകളാണ് പെട്രോ കെമിക്കൽസ്. ഇനി ഫ്യൂവൽസ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫ്യൂവലും റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലും തമ്മിൽ ഡിഫറൻ്റ് ഉണ്ട്. ആ ഫ്യൂവലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വയം എന്താണ് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം എന്താണ്, ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇനി നമ്മൾ അതേപോലെ തന്നെ പഠിക്കുമ്പോൾ ആൽക്കഹോളിൽ നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ അല്ലേ, ഈഥൈൽ ആൽക്കഹോളാണ് നമ്മൾ എഡിബിളായിട്ട് നമ്മൾ കുടിക്കുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈഥൈൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യണത് ഈഥീനിൽ നിന്നാണ്. ഈഥീൻ നമ്മൾ ഹൈഡ്രോ കാർബൺസിൻ്റെ ചാപ്റ്റർ കണ്ടിട്ടുണ്ട്. ഈഥീനിൽ നിന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യണത്, ഈഥൈൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യണത്. ഈഥൈൽ ആൽക്കഹോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ കിട്ടുന്ന ഒരു കോമ്പൗണ്ടിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് ഈഥൈൽ ആൽക്കഹോൾ കിട്ടുക. ഈഥീനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായി ട്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, ഈഥൈൽ ആൽക്കഹോൾ കിട്ടുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പോളിമേഴ്സ് അല്ലെങ്കിൽ പോളിമേഴ്സാണ്. പോളിമർ അല്ലെങ്കിൽ മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിമർ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മോളിക്യൂൾസ് കൂടി ചേർന്നുണ്ടാവുന്ന ആ വലിയ മോളിക്യൂളിനെയാണ് എന്ത് പറയുക, പോളിമർ എന്ന് പറയാം. പോളിമർ ഈസ് എ ജെയിൻറ്റ് ചെയിൻ ലൈക്ക് മോളിക്യൂൾ ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർ മോളിക്കുലാർ കോമ്പിനേഷൻ ഓഫ് സ്മോളർ ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്മോളർ മോളിക്യൂൾസ്. ഒരേപോലെയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ മോളിക്യൂളുകൾ കൂടി ചേർന്നുണ്ടാവുന്ന വലിയ ചെയിനെയാണ് എന്ത് പറയുക, പോളിമർ എന്ന് പറയാം. ഇനി പോളിമർ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ആ ചെറിയ ചെറിയ മോളിക്യൂളുകളെയാണ് എന്ത് പറയുക, മോണോമർ എന്ന് പറയാം. മോണോമറുകൾ കൂടി ചേർന്നാണ് സാധാരണ എന്തുണ്ടാവുന്നത്, പോളിമർ ഉണ്ടാവുന്നത്. ഇനി പോളിമർ തന്നെ ഹോമോ പോളിമർ ഉണ്ട്, കോ പോളിമർ ഉണ്ട്. ഹോമോ പോളിമർ എന്ന് പറയുന്നത് ഒരേപോലത്തെ മോണോമറുകൾ കൂടി ചേർന്നുണ്ടാവുന്നതാണ് എന്ത്, ഹോമോ പോളിമർ. കോ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോ പോളിമറൈസേഷൻ വഴി, രണ്ട് മോണോമറിൻ്റെ കോ പോളിമറൈസേഷൻ വഴി ഉണ്ടാവുന്ന പോളിമറാണ് കോ പോളിമർ. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോളിമർ തരും, എന്നിട്ട് ചോദിക്കും അതിൻ്റെ മോണോമർ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ടെറിലിൻ എന്ന് പറയുന്ന പോളിമറിൻ്റെ മോണോമറാണ് എത്തിലീൻ ഗ്ലൈക്കോളും ടർഫ്താലിക് ആസിഡും. ടെറിലിൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്, എത്തിലീൻ ഗ്ലൈക്കോളും ടർഫ്താലിക് ആസിഡും. അതേപോലെ നൈലോൺ 66ൻ്റെ മോണോമേഴ്സാണ് ഹെക്സാ മെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും. ഹെക്സാ മെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും. അപ്പോൾ 2 പോളിമർ തന്നിട്ട് അതിൻ്റെ മോണോമർ ഏതാണെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ബ്യൂണ എസ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുള്ളത്, അത് ബ്യൂട്ടാഡിനിൻ്റെയും സ്റ്റൈറിൻ്റെയും കോ പോളിമറൈസേഷൻ വഴിയാണ് ബ്യൂണ എസ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ബ്യൂണ എസിൻ്റെ മോണോമേഴ്സ് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ് മോണോമേഴ്സ് അല്ലെങ്കിൽ കോ പോളിമേഴ്സ് ഏതാണ്, ബ്യൂട്ടാഡിനും സ്റ്റൈറിനുമാണ്. ഇനി ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ഉണ്ട്. ഹോമോ പോളിമേഴ്സ് കണ്ടു, കോ പോളിമേഴ്സ് കണ്ടു. ഇനി ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്, the polymers in which the long polymer chain are cross-linked to form 3-dimensional network structure are called cross-linked polymers. അതായത് ആ മെയിൻ ചെയിൻ ഉണ്ടല്ലോ, അതിങ്ങനെ പലതരത്തിൽ ക്രോസ് ലിങ്ക്ഡ് ആയിട്ട് ഒരു 3-dimensional സ്ട്രക്ചറിൽ നിൽക്കും. ഇതിനെയാണ് എന്ത് പറയുക, ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ബാക്കലൈറ്റ്, നമ്മൾ പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ബാക്കലൈറ്റ്. ഇനി നമ്മുടെ റബ്ബർ എന്താണ്, ഒരു പോളിമറാണ്. റബ്ബർ ഒരു പോളിമറാണ്. പോളിമറാണ് റബ്ബർ. നാച്ചുറൽ റബ്ബറുണ്ട്, സിന്തറ്റിക് റബ്ബറുണ്ട്. നാച്ചുറൽ റബ്ബറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, സോഫ്റ്റാണ്, സ്റ്റിക്കിയാണ്, ലോ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ളത് വളരെ കുറവാണ്. ലോ ഇലാസ്റ്റിസിറ്റി, ടെൻസൈൽ കുറവാണ്. വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്, റബ്ബറിൽ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്ന പ്രോസസ്സാണ് വാൾക്കനൈസേഷൻ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന റബ്ബറാണ് വാൾക്കനൈസ്ഡ് റബ്ബർ.
വാൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുമ്പോൾ ഹാർഡാണ്, നോൺ സ്റ്റിക്കിയാണ്. ഇവിടുത്തെ ടെൻസൈൽ സ്ട്രെങ്ത് എന്താണ്? അത് കൂടുതലാണ്. ഇലാസ്റ്റിസിറ്റിയും അവർക്ക് കൂടുതലാണ്. ഇനി പ്ലാസ്റ്റിക് എന്താണ്? ഒരു പോളിമറാണ്. ബാക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിക്കാണ്. ബാക്കലൈറ്റ് പ്ലാസ്റ്റിക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പ്ലാസ്റ്റിക് ഒരു പോളിമറാണ്. പ്ലാസ്റ്റിക്കുകൾ 2 ടൈപ്പിലുണ്ട്. തെർമോ പ്ലാസ്റ്റിക്സും ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഉണ്ട്. തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവും, നമ്മളതിന് തണുപ്പിക്കുമ്പോൾ അത് ഹാർഡാവും. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പിന്നെ വീണ്ടും ഈ തെർമോ പ്ലാസ്റ്റിക്കിനെ പിന്നെയും ചൂടാക്കുമ്പോൾ പിന്നെയും സോഫ്റ്റ് ആവും, പിന്നെയും നമ്മളതിനെ തണുപ്പിക്കുമ്പോൾ ഹാർഡാവും. അപ്പോൾ ചൂടാക്കിയാൽ സോഫ്റ്റ് ആവും, തണുപ്പിച്ച് കഴിഞ്ഞാൽ ഹാർഡാവും, പിന്നെയും നമുക്ക് ഇത് തന്നെ ചെയ്യാനായിട്ട് പറ്റും. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം ചൂടാക്കി അത് സോഫ്റ്റായി, പിന്നെ അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഹാർഡായി, പിന്നെ അതിനെ പിന്നെയും ചൂടാക്കി സോഫ്റ്റ് ആക്കാനായിട്ട് പറ്റില്ല, അവർ പെർമനൻ്റ്ലി സെറ്റായി. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്സിനെയാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുക. അല്ലെങ്കിൽ തെർമോ സെറ്റിംഗ് പോളിമർ എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഇനി തെർമോ പ്ലാസ്റ്റിക്സിന് എക്സാമ്പിളാണ് പോളിത്തിലീൻ, PVC, പോളിസ്റ്റൈറിനൊക്കെ. അവരൊക്കെ എന്താണ്? ചൂടാക്കിയ സോഫ്റ്റ് ആവും, പിന്നെ തണുപ്പിച്ചാൽ പിന്നെ ഹാർഡാവും, പിന്നെയും ചൂടാക്കിയ സോഫ്റ്റ് ആവും, പിന്നെയും തണുപ്പിച്ചാൽ ഹാർഡാവും. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാലോ ഫോർമാൽഡിഹൈഡ് റെസിൻ, ബാക്കലൈറ്റ്, മെലാമിനൊക്കെയാണ്. നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ബാക്കലൈറ്റ്. അത് ചൂടാക്കിയ സോഫ്റ്റ് ആവും, ഹാർഡായാലോ പിന്നെ പെർമനൻ്റായിട്ട് അതിങ്ങനെ ഹാർഡാവുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ. ഇനി സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയാം. ഇനി അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ചോദിക്കും. നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രീനാണ്. നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രീനാണ്. ഇനി നിയോപ്രീൻ എന്ന് പറയുന്നത് എന്താണ്? നിയോപ്രീൻ്റെ ക്ലോറോപ്രീനാണ്. നാച്ചുറൽ റബ്ബറിൻ്റെ ഐസോപ്രീനാണ്. നിയോപ്രീൻ എന്ന് പറയുന്ന ഒരു പോളിമറിൻ്റെ മോണോമർ ക്ലോറോപ്രീനാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പോളിമറും മോണോമറും ഉണ്ട്. അത് പഠിച്ചു വയ്ക്കുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അത് ചോദിക്കാവുന്നതാണ്. ഇനി ബയോ പോളിമറിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം. ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻസ് ഒക്കെ എന്താണ്? ബയോ പോളിമേഴ്സ് ആണ്. ഇനി ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്താണ്? ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വെച്ചിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന പോളിമേഴ്സാണ് എന്ത്? ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സാപ്പോണിഫിക്കേഷനാണ്. സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സാപ്പോണിഫിക്കേഷൻ. ഇനി എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണമെന്ന് നോക്കാം. സോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലീസിൻ്റെ ഹെൽപ്പിൽ ഫാറ്റ്സ് അല്ലെങ്കിൽ ഓയിലുകൾ, കൊഴുപ്പ് അല്ലെങ്കിൽ ഓയിലുകളെയൊക്കെ ഹൈഡ്രോലൈസിസ് ചെയ്തിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയാം. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലീസിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആൽക്കലീസിൻ്റെ പ്രസൻസിൽ ഫാറ്റ്സിൻ്റെ വെജിറ്റബിൾസിൽ നമ്മൾ ഹൈഡ്രോളിസ് ചെയ്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കുക. ഡിറ്റർജൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം? ഡിറ്റർജൻറ്റ് എന്ന് പറയുന്നത് അവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റുകളാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മാഗ്നീഷ്യം സൾഫേറ്റുകളാണ് ഡിറ്റർജൻറ്റ്സ് എന്ന്. സോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മീസലി ഫോമാണ്, ഒരു ഹെഡ് ടെയിലൊക്കെ ആയിട്ട് ഒരു മീസലി ഫോമിലാണ് അവരുണ്ടാവുക. അപ്പോൾ ഇവരെ പതപ്പിക്കുന്ന സമയത്ത് ഡേർട്ടിൽ പോയിട്ട്, അഴുക്കുകളിൽ പോയിട്ട് അവർ അറ്റാച്ച് ചെയ്തിട്ട് അതിനെ ഇളക്കി കളയാണ് ചെയ്യാം. ഇനി സിന്തറ്റിക് ഡിറ്റർജൻസ് ഉണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ഡിറ്റർജൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ നോക്കാം. അതായത് സോപ്പുകൾ, എല്ലാ സോപ്പുകളും എന്ത് ചെയ്യില്ല, സോപ്പുകൾ ചിലപ്പോൾ ഹാർഡ് വാട്ടറിൽ പതയില്ല. പക്ഷേ ഡിറ്റർജൻറ്റ് എല്ലാ വാട്ടറിലും പതയും. ഹാർഡ് വാട്ടറിൽ പതയാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ വാട്ടറിൽ കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റുകൾ ഉണ്ടാവും. സൾഫേറ്റുകളോ ക്ലോറൈഡുകളോ ഒക്കെ ഉണ്ടാവും. അതായിട്ട് പ്രവർത്തിക്കാനായിട്ട് സോപ്പിന് കഴിയില്ല. പക്ഷേ എന്തിനു പറ്റും? നമ്മുടെ ഡിറ്റർജൻസിന് അത് കഴിയും. അപ്പോൾ സോപ്പിനെ പോലെയല്ല ഡിറ്റർജൻസ് എന്താണ്? ഹാർഡ് വാട്ടറിലും അവിടെ പ്രവർത്തിക്കും. ഇനി സോപ്പിനേക്കാളും കൂടുതൽ ക്ലൻസിങ് ആക്ഷൻ ഉള്ളത് ആർക്കാണ്? ഡിറ്റർജൻസിനാണ്. ഇനി
നമ്മൾ സലൈൻ വാട്ടറിലോ അല്ലെങ്കിൽ അസിഡിക് വാട്ടറിലോ ഒക്കെ നമുക്കിത് ചെയ്യാം, ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാം. ഇനി സോപ്പിനേക്കാളും കൂടുതൽ എന്താണ് വേഗത്തിൽ ഡിറ്റർജൻസ് വെള്ളത്തിൽ സോളിബിളാണ്. ഇനി അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോപ്പും ഡിറ്റർജൻറ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ ചോദിക്കാറുണ്ട്. സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം സാൾട്ട് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്, സോഡിയം പൊട്ടാസ്യം സാൾട്ടുകളായിരിക്കും. ഇനി സോപ്പിൻ്റെ അയണിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് COONA എന്നുള്ളതാണ് സോപ്പിൻ്റെ അയണിക് ഗ്രൂപ്പ്. ഇനി സോപ്പ് ബയോ ഡീഗ്രേഡബിൾ ആണ്. അതുപോലെ വീക്ക് ക്ലൻസിങ് ആക്ഷനൊക്കെ അതിന് കുറവാണ്, ക്യാരക്ടേഴ്സാണ് പറയണത് കേട്ടോ. ഇനി ഹാർഡ് വാട്ടറിൽ സോപ്പ് പതയില്ല. ഇനി ഡിറ്റർജൻ്റ് ആണെങ്കിലോ അവിടെ അയണിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് SO3 അല്ലെങ്കിൽ SO3 Na+ അല്ലെങ്കിൽ SO4 Na+ ആണ്. അപ്പോൾ ഒന്നും കൂടിയും എന്താണ് ആ ആക്ഷൻ അവിടെ കൂടുതലാണ്. ഇനി വാഷിംഗ് പർപ്പസിന് ഹാർഡ് വാട്ടറിലും എന്ത് ചെയ്യും? ഡിറ്റർജൻറ്റ് പതയും. ഇനി നോൺ ഡീഗ്രേഡബിൾ ആണ്, ബയോ ഡീഗ്രേഡബിൾ ആണ് ഡിറ്റർജൻസ്. സോപ്സ് അങ്ങനെയല്ല, എന്താണ് ബയോ ഡീഗ്രേഡബിൾ ആയിരുന്നു. ഇവർക്ക് ഡിറ്റർജൻസിന് സ്ട്രോങ് ക്ലൻസിങ് ആക്ഷൻ ഉണ്ട്. നമ്മുടെ ഗൈഡിലുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ഇവരുടെ ക്ലൻസിങ് ആക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ സോപ്പാണെങ്കിലും ഡിറ്റർജൻസ് ആണെങ്കിലും മീസല്ലി ഫോമിലാണ് ഉണ്ടാവുക. മീസല്ലീസ് എന്ന് പറയുന്നത് ഏത് കണ്ട? അപ്പോൾ ഓരോ മോളിക്യൂൾസിനും എന്താണ് ഒരു ഹെഡും ഒരു ടെയിലും ഉണ്ടായിരിക്കും. അത് ഹൈഡ്രോഫോബിക് നേച്ചറാണ്. അപ്പോൾ സോപ്പിൻ്റെ മോളിക്യൂൾസൊക്കെ ഇതുപോലെ മീസലീസ് ആയിട്ടാണ് കാണപ്പെടുക. അപ്പോൾ ഇതിന് 2 പോർഷൻസ് ഉണ്ടായിരിക്കും. ഒരു ഹെഡുണ്ട്, ഒരു ടെയിലുണ്ട്. ഹെഡ് എന്ന് പറയണത് പൊളാറാണ്, അല്ലെങ്കിൽ ഹെഡ് നോൺ പൊളാറാണ്, അതായത് ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ സോപ്പ് തേക്കുന്ന സമയത്ത് ആ സോപ്പിലുള്ള അഴുക്കുകളിൽ ടെയിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഈ ഹെഡ് പോയിട്ട് എന്താണ് വെള്ളവുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്, ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയില്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വെള്ളം പേടി, അതായത് അഴുക്കായിട്ടാണ് ഇവർ അറ്റാച്ച് ചെയ്യുക. ഇവരാണെങ്കിലോ വെള്ളമായിട്ട് അറ്റാച്ച് ചെയ്യും. അത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെയും ഈ സോപ്പ് മോളിക്യൂൾസിൻ്റെ ആക്ഷൻ മൂലം ഈ അഴുക്ക് ഇവിടെ നിന്ന് ഇളകിപ്പോരും. ഇങ്ങനെയാണ് സോപ്പിൻ്റെ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റിൻ്റെ ഒക്കെ ആക്ഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നിനും പ്രത്യേകതകൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 വേർഡിന് പഠിക്കാനുള്ളത് പോളിമേഴ്സ്, അതിൻ്റെ മോണോമേഴ്സ് പഠിക്കണം. അതങ്ങനെ ചോദിക്കും. പിന്നെ സോപ്പിൻ്റെ ആക്ഷൻസ് മീസല്ലീസ് ഫോമാണ്. മീസല്ലീന് ഹെഡ് ടെയിലുണ്ട്. ഹെഡ് ഹൈഡ്രോഫിലിക്, ടെയിൽ ഹൈഡ്രോഫോബിക്. ടെയിലാണ് ഡേർട്ടായിട്ട് അറ്റാച്ച് ചെയ്യുക. റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്താണ് അഴുക്ക് അതിൽ നിന്ന് ഇളകി പോരും. പിന്നെ എന്തായാലും പോളിമേഴ്സ് മോണോമേഴ്സ് നോക്കിയിട്ട് വയ്ക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമേഴ്സ് ഏതാണെന്ന് നോക്കണം. കോപോളിമർ, ഹോമോപോളിമർ എന്നൊക്കെ പഠിച്ചില്ലേ, അത് നോക്കി വയ്ക്കണം. പിന്നെ സോപ്പിൻ്റെ ഡിറ്റർജൻറ്റിൻ്റെ ഡിഫറൻസുകൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പോളിമേഴ്സിൽ തന്നെ തെർമോസെറ്റിംഗ് പോളിമേഴ്സ്, അത് പ്ലാസ്റ്റിക്കും ഉണ്ട്. തെർമോസെറ്റിങ്ങും പ്ലാസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ ആ രണ്ടും നോക്കി വയ്ക്കണം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ജസ്റ്റ് നമുക്ക് നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. വേർഡ്സുകൾ കുറച്ച് ടഫ് ഉണ്ട്. അപ്പോൾ നമ്മളത് കുറച്ചധികം ഇരുന്നിട്ട് പഠിക്കണം.